മോദിയെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ദൃശ്യങ്ങൾ റാലി ആരംഭിച്ചിരിക്കുന്നു. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തൃശ്ശൂരിൻ്റെ MP സുരേഷ് ഗോപി അങ്ങനെ പ്രധാനമന്ത്രി പ്രവർത്തകരെ കൈവീശി അഭിസംബോധന ചെയ്തുകൊണ്ട് റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. ആവേശത്തിരയിളക്കത്തിൽ ആണ് സ്വരാജ് റൗണ്ട്. तो आप देख रहे हैं त्रिशूल नरेंद्र मोदी के रोड शो की तस्वीर और बातचीत के लिए इस वक्त हमारे साथ फोन लाइन पर मौजूद है हमारे सहयोगी नीरज। प्रधानमंत्री नरेंद्र मोदी के रोड शो की तस्वीर हम देख रहे हैं त्रिशूल से। लोगों का भारी उत्साह है और प्रधानमंत्री की झलक पाने के लिए भारी संख्या में लोग भी जुटे हैं। कैसा माहौल है? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയാണ് സ്വരാജ് റൗണ്ടിലൂടെ കടന്നു പോകുന്നത്. പ്രധാനമന്ത്രി നേരത്തെ പാലക്കാട് എത്തിയതുപോലെ തന്നെ വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ തൃശ്ശൂരിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തലപ്പാവണിഞ്ഞുകൊണ്ട് അലങ്കരിച്ച വാഹനത്തിന് മുകളിൽ പ്രധാനമന്ത്രി, അതോടൊപ്പം തന്നെ തൃശ്ശൂരിന്റെ MP ആയിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി, ഒപ്പം പത്മജ വേണുഗോപാൽ ആ വാഹനത്തിൽ ഉണ്ട് എന്നതാണ്. വാഹനം കടന്നു പോകുമ്പോൾ വലിയ തോതിൽ ആവേശത്തോടുകൂടി പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. നരേന്ദ്രമോദി എന്ന പേര് മാത്രമാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ ഒന്നടങ്കം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർ ആവേശത്തോടെ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. അതോടൊപ്പം തന്നെ പുഷ്പവൃഷ്ടി നടത്തുന്നു. വാഹനം കടന്നു പോകുമ്പോൾ, പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുമ്പോൾ ആ വാഹനത്തിലേക്ക് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് പ്രവർത്തകർ സ്വീകരിക്കുന്നു. ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട്, BJPയുടെ ദേശീയ അധ്യക്ഷന്റെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് നേരത്തെ മുതൽ പ്രവർത്തകർ കാത്തു നിൽക്കുന്നതാണ്. മണിക്കൂറുകളായി ഇവർ പ്രധാനമന്ത്രിയുടെ വരവിനു വേണ്ടിയാണ് കാത്തിരുന്നത്. സ്വരാജ് റൗണ്ടിന്റെ ഇരുഭാഗങ്ങളിലും ആയി നിലയുറപ്പിച്ചിട്ടുള്ള പ്രവർത്തകർ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ആണ് പ്രവർത്തകരെ ഇരുവശങ്ങളിലുമായി നിയന്ത്രിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ സേന കൃത്യമായി നിരീക്ഷണം നടത്തുന്നു. അവിടെ ആ സേനാ അംഗങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അകമ്പടി നൽകിക്കൊണ്ടിരിക്കുന്നത്, സുരക്ഷ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനം ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ടിലൂടെ ആണ് പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി നിരവധി പ്രവർത്തകർ ആണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ BJPയുടെ പതാകകൾ ഉയർത്തി കാണിച്ചുകൊണ്ട്, പതാകകൾ വീശി, കൈ ഉയർത്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം ആണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്നത് എന്നതാണ്. ഈ 1 കിലോമീറ്ററും ഇത്തരത്തിൽ ആബാലവൃദ്ധം BJP പ്രവർത്തകർ ഒന്നടങ്കം അണിനിരന്നിരിക്കുന്നു റോഡിന് ഇരുവശങ്ങളിലും. അങ്ങനെ BJP പ്രവർത്തകരുടെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് പ്രധാനമന്ത്രി കടന്നു പോകുമ്പോൾ പ്രവർത്തകരെ കൈവീശി പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രധാനമന്ത്രി റോഡിന് ഇരുവശവുമുള്ള പ്രവർത്തകരുടെ ആവേശത്തോടു കൂടിയാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നത്. നേരത്തെ പാലക്കാട് എത്തിയപ്പോഴും ഇത്തരത്തിൽ വലിയ സ്വീകരണം ആയിരുന്നു ലഭിച്ചത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് പിന്നീട് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തിയത്. അതിനുശേഷം റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി ഈ പൊതുയോഗം നടക്കുന്ന വേദിയിലേക്ക് പുറപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത് സ്വരാജ് റൗണ്ടിലൂടെയാണ്. സ്വരാജ് റൗണ്ടിന്റെ ഇരുവശത്തുമായി നിരവധി പ്രവർത്തകർ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു. അവർ ഒന്നടങ്കം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി അവരെ ഇരുവശത്തുമുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. ആ വാഹനം ഇപ്പോൾ കടന്നു പോകുന്നതിന്റെ
തത്സമയ ദൃശ്യങ്ങൾ ആണ്, തൃശ്ശൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലരും രാവിലെ 11 മണിയോടുകൂടി തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. രാവിലെ 11 മണി മുതൽ സ്വരാജ് റൗണ്ടിൽ കർശനമായ ഗതാഗത നിയന്ത്രണം ആണ് ഏർപ്പെടുത്തിയിരുന്നത്. സ്വകാര്യ വാഹനങ്ങളെ അവിടേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. BJPയുടെ പ്രവർത്തകർ നേരത്തെ തന്നെ 11 മണിയോടുകൂടി തന്നെ ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുഭാഗങ്ങളിലുമായി എത്തിച്ചേർന്നിരുന്നു. അങ്ങനെ പ്രധാനമന്ത്രിക്ക് ഇന്ന് അവധി ദിനം കൂടിയായതിനാൽ കൂടുതൽ പ്രവർത്തകരെ, BJP പ്രവർത്തകരെ എത്തിക്കാൻ സംഘാടകർക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ റോഡിന് ഇരുവശങ്ങളിലുമായി ബാരിക്കേഡുകൾ തീർത്തിട്ടുള്ള ആ വശങ്ങളിൽ നിരവധിയായ പ്രവർത്തകർ തമ്പടിച്ചിരിക്കുന്നു. അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, പ്രായമായവർ ഉണ്ട്. കൈക്കുഞ്ഞുങ്ങളുമായി അടക്കം നരേന്ദ്രമോദിയെ കാണാൻ എത്തിയവരുടെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അങ്ങനെ നിരവധിയായ ആളുകൾ ആണ് റോഡിന് ഇരുവശത്തും തടിച്ചുകൂടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാദ്യവൃന്ദവാദങ്ങൾ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തൃശ്ശൂരിൻ്റെ ഐഡൻറ്റിറ്റികളിൽ ഒന്നായിട്ടുള്ള, തൃശ്ശൂരിനെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് പുലികളി എന്നത്. അങ്ങനെ പുലിവേഷത്തിൽ അടക്കം പ്രവർത്തകർ എത്തിയിരിക്കുന്നു. ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് പലരും നരേന്ദ്രമോദിയെ വരവേൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് തന്നെ അവിടെ പ്രകടമാകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ജനസഞ്ചയം, വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ജനസാഗരമാക്കി സ്വരാജ് റൗണ്ടിനെ മാറ്റിയിരിക്കുന്നു BJP അനുഭാവികളും പ്രവർത്തകരും ചേർന്നുകൊണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ വാഹനം ആണ് കടന്നുപോകുന്നത്, പ്രധാനമന്ത്രിയുടെ വാഹനം ആണ് കടന്നുപോകുന്നത്. പലപ്പോഴായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിനു വേണ്ടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണാർത്ഥം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം കോവിഡ് നിയന്ത്രണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നില്ല 2021 എന്നതാണ് എടുത്തു പറയേണ്ടത്. അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കോവിഡ് നിയന്ത്രണങ്ങളൊക്കെ മാറിയതിനു ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ആവേശോജ്വലമായ ഒരു സ്വീകരണം പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു തൃശ്ശൂരിൽ എന്നതാണ്. തൃശ്ശൂരിൽ വലിയ പ്രതീക്ഷയാണ് പുലർത്തുന്നത്. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്മജ വേണുഗോപാൽ നേരത്തെ കോൺഗ്രസ് പ്രവർത്തകയായിരുന്നു. അതുമാത്രവുമല്ല കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവായ K കരുണാകരൻ്റെ മകൾ എന്നതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ BJPയെ സംബന്ധിച്ചിടത്തോളം നിരവധിയായ നേതാക്കളെ ആണ് BJPയിലേക്ക് എത്തിച്ചത്. പത്മജ വേണുഗോപാലിനെ പോലെയുള്ളവർ നേരത്തെ തന്നെ BJPയുടെ ഭാഗമായി. എങ്കിൽ ഇത്തവണ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് അടക്കം നേതാക്കളെ അടർത്തിയെടുക്കാൻ BJPക്ക് സാധിച്ചു എന്നതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇതിനു മുമ്പ് പലപ്പോഴും BJP നേതാക്കളെ വിലക്കെടുക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചിരുന്ന ഇടതുപക്ഷത്തിൻ്റെ വായടപ്പിക്കുന്നു. അത്തരത്തിൽ നേതാക്കളെ, ഇടതു മുന്നണിയിൽ നിന്നുള്ള നേതാക്കളെ, നിലവിലെ MLA അടക്കം BJPയിൽ പങ്കാളികളാക്കി സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ BJPക്ക് സാധിച്ചു എന്നതാണ് 2024 തെരഞ്ഞെടുപ്പ് ചിത്രത്തിൻ്റെ മാറ്റം. അതോടൊപ്പം തന്നെ 2020 പോലെയുള്ള ഘടകകക്ഷികളുടെ നിരയിലേക്ക് 2020 പോലെയുള്ള പാർട്ടികളെയും എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ന്യൂനപക്ഷം, ക്രൈസ്തവ വോട്ടുകളെ കൂടുതൽ സമാഹരിക്കാൻ ഇത്തവണ സാധിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുമ്പോൾ അങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് അടക്കം നിരവധിയായ സ്ഥാനാർത്ഥികളെ മത്സരരംഗത്ത് NDAക്ക് ഇറക്കാൻ സാധിച്ചു എന്നത് കൂടിയാണ് BJP ഈ തെരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ടതായി കാണുന്നത്. അങ്ങനെ BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന, ഒരുപക്ഷെ 9 മണ്ഡലങ്ങളിൽ എങ്കിലും വിജയിച്ചു കയറാൻ തക്ക ശേഷിയുണ്ട് ഇത്തവണ എന്ന് BJP കണക്കാക്കുന്നു. 30 മണ്ഡലങ്ങളിൽ ഏറെ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. ഒരുപക്ഷെ വിജയത്തോട് അടുത്ത് വോട്ട് നില എത്തിക്കാനെങ്കിലും സാധിക്കും എന്ന പ്രതീക്ഷയാണ് BJP വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.